ഹലോ ഗായ്സ്, ഫിലിപ്പീൻസിൽ ഫുള്ള് വെള്ളം. പട പേടിച്ച് പന്തളത്തിൽ വന്നപ്പോൾ പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞ മാതിരി നാട്ടിലും വെള്ളം, വീട്ടിലും വെള്ളം, പുറത്തിറങ്ങാനും പറ്റാത്ത സ്ഥിതിയായി ഗായ്സ്. ആളുള്ളവരൊക്കെ കയറി നിൽക്കുക. ബൈസൈക്കിളിൽ പോണ നോക്കിയ ആൾക്കാർ ഇതിൻ്റെ പൊന്നോ, ഇനി എവിടെയും വെള്ളം കയറാൻ ബാക്കിയുണ്ടാവില്ല. നടക്കുകയാണ് ഗായ്സ്, കണ്ടില്ലേ? സമയത്തും കച്ചവടം ചെയ്യണ നോക്കിയ ആൾക്കാരൊക്കെ, അതാണ് കൃത്യനിഷ്ഠത. ബൈക്കൊക്കെ കൊണ്ടിറങ്ങി. ഓ, നോക്കി ഇറങ്ങിക്കോളി ചേച്ചിയെ. ഊഞ്ചാലൊക്കെ ഓക്കെ. ഇത്രയും വെള്ളം, അവിടെ മാർക്കറ്റ് ഫുള്ള് വെള്ളത്തിനുള്ളിൽ, എന്നാലും കച്ചവടം. ഓ, കാറ് പോയി, ഇനി ഒന്നും നനയാൻ ബാക്കിയില്ല ഗായ്സ്. അപ്പോൾ ഇപ്പം സൈക്കിളിൽ പോണൊക്കെ എന്താ അന്തസ് ഗായ്സ്. ഇതിൽ റോഡ് എവിടെയാണ്, അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ എനിക്ക് ഓൾറെഡി പരിചയമുള്ളതായിട്ട് ഞാനിങ്ങനെ നടക്കണേ. അല്ലെങ്കിൽ ഏതെങ്കിലും കുഴി കിടക്കും. ഞാൻ ഇതുവരെയൊക്കെ വന്ന് പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ചെറിയൊരു കച്ചവടം കണ്ടില്ലേ? ഓരോ ആൾക്കാർ ജീവിക്കുന്ന ചെറിയ ചെറിയ കച്ചവടം വെച്ചാൽ എങ്ങനെ അവരൊക്കെ ജീവിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം. ജീപ്പ് ഓണാക്കിയ ഈ ഒരു സംവിധാനത്തിൽ മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ചെനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിൽ കയറിയിട്ട് പോകണം. എന്തോ പണ്ടാരം കാലിൽ കുത്തിയല്ലോ. ഓ ഓ, എന്താ എന്താ ആൾക്കറിയാം, എന്തൊരു സാധനം കാൽമ ചുറ്റി പണ്ടാരണങ്ങ. ആൾക്കാരൊക്കെ നിൽക്കണം നോക്കിയേ. ഈ മഴയത്ത് കുറച്ച് നമുക്ക് മീൻ വാങ്ങി വീട്ടിൽ പോവാം. മീൻ വാങ്ങാൻ പോവാം. ഓണം നടിക്കല്ലേ ചേട്ടാ. ഫോണൊക്കെ പോയാൽ പോയത് തന്നെ. ഇവിടെ എവിടെയോ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ ഓർത്താവേ. ഒന്ന് തപ്പി നോക്കട്ടെ, ഒരു മിനിറ്റ്. ആ, കിട്ടി. ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുകയാണ്. ഭയങ്കര സൂക്കേട് തന്നെ അവനാണ്. മഴയത്ത് ഫോണും പിടിച്ച് വീട്ടിലെവിടെയെങ്കിലും അടങ്ങിയിരിക്കാനുള്ളതിന് ഇത് നോക്കിയ ഗായ്സ്. മുട്ടക്കച്ചവടം ചെയ്യുന്ന ആളെ ഉള്ളിൽ വെള്ളമൊക്കെ കയറി. പച്ചക്കറി ഇത് നമ്മളെ മുത്തൂറ്റാണ് ഇവിടുത്തെ പണയം വെക്കണേ. ഇത് മാത്രമല്ല, ഇതിലും വലുതൊക്കെ ഉണ്ട്. മറ്റേ ഹോട്ട് ഡോഗൊക്കെ ആയിട്ടുള്ള സാധനം വിൽക്കുന്ന സ്ഥലം. ഞണ്ട്, ഇതാണിത് ഇവിടുത്തെ ക്യാൻറ്റീൻ. ഇവിടുത്തെ ഒരു തരം സ്പെഷ്യൽ സാധനം ബംഗൂസ്. ബംഗൂസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മളെ പാൽ മത്സ്യമില്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, മിൽക്ക് ഫിഷ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. ഇത് ഈ സാധനമൊക്കെ വെക്കുന്നത് 3 എണ്ണം മറ്റേ ഉപ്പും വെളുത്തുള്ളി വിനീഗർ, ഈ 3 സാധനം കൂടി ഇട്ടിട്ട് വെക്കുന്ന സാധനമാണ്. ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. കടലും ഫിഷ് മാർക്കറ്റും കൂടി ഒന്നായിപ്പോൾ. ഇവിടെ എന്ത് വെള്ളം കയറിയാലും ഇവിടെ ഫുള്ള് സജീവമാണ് 24 മണിക്കൂർ. ആ മുഴുവൻ കണ്ടില്ലേ, ഉണ്ട് ചെമ്മീൻ. ഇവിടെ ഒരു കിഡിലെ സംഗതി ഉണ്ട്, കാണിച്ചു തരാം. അബ്ബാറ സെയിലാണ് വരും. കണ്ടോ,
ഞണ്ട് പലതരത്തിലുള്ള നമ്മൾ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരുവിധമൊക്കെ കിട്ടാത്ത സാധനം ഉണ്ടോ? അടിപൊളി വലിയ ചെമ്മീൻ, ലോബ്സ്റ്റർ, ഞണ്ട്, പല സൈസിലുള്ള മീനുകൾ. അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി നോക്കിയേ. വലിയ കൂന്തൾ, ചെമ്മീൻ, അതേമാതിരി തന്നെ വെള്ളത്തിൽ നിന്നാണ് കച്ചവടം. അതിൻ്റെ എന്താ പറയുക, മുള്ളൻ, വലിയ മുള്ളൻ, ആനചവിട്ടി, വലിയ കൂന്തൾ, കുറേ തരം കക്കകൾ, കടുക്ക, വലിയ കടുക്ക കണ്ടില്ല, പിന്നെ കക്ക ഇറച്ചി, പിന്നെ സാൽമൻ്റെ തലയത്, പിന്നെ നമുക്ക് മറ്റേ നീരാളി. സാൽമൺ കട്ട് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക വെച്ചിരിക്കുക പാക്കറ്റിലാക്കിയിട്ട്. ഓ, ഞണ്ട് നല്ല ജീവനുള്ള ഞണ്ടാണ്, കണ്ടില്ല? ഇതൊക്കെ കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നുണ്ട്. കല്ലുമ്മക്കായ ഉണ്ടോ? വെറും 50 രൂപയുള്ളൂ കിലോ. 50 രൂപ, 70 രൂപ, 60 രൂപ സൈസിനനുസരിച്ച്. പിന്നെ മറ്റേ എന്താ പറയുക, ഓയിസ്റ്റർ, അങ്ങനെയുണ്ട് സാധനം. 50 രൂപ ഉള്ളൂ. നമ്മളെ നാട്ടിലെ വിലയായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ചെറിയ വിലക്ക് സാധനം കിട്ടും. ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഉണ്ടല്ലേ? ഇത് കണ്ടോ, കടൽ കണ്ടോ? നോക്കട്ടെ, വീണില്ലെങ്കിൽ ഭാഗ്യം. ഒരു ഗ്രിപ്പ് കിട്ടി. ഞാൻ വിചാരിച്ച് പണ്ടാറടങ്ങി. കണ്ടോ കടൽ കയറി, ഇത്രയും ലെവലിൽ വെള്ളം കയറി ഇവിടം വരെ എത്തിയണ്ടോ? ഇവരൊക്കെ കടലിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. എൻ്റെ അമ്മയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ പറയാതെ തെറിയുണ്ടാവില്ല. കടൽ കയറി ആ വെള്ളം ഇങ്ങനെതാ ഈ ലെവലിൽ ഇവിടേക്ക് പറഞ്ഞു. അതന്നെ സംഭവം. ഇവിടെ ഒരു സ്റ്റെപ്പ് ഇവിടുന്നൊക്കെ മാർക്കറ്റിലൊക്കെ വീണുണ്ടല്ലോ. പിന്നെ നീ എന്തിൽ കുളിച്ചിട്ട് കാര്യമില്ല. അവളെന്നെ വീട്ടിലും കൂടി കയറ്റൂല. പോണെങ്കിൽ തന്നെ ജീപ്പിലേ പോകണം. ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ ജീപ്പിലും പോകണമെങ്കിൽ ജീപ്പിലും കയറ്റൂല. ഓരോ മീന്, സാൽമൻ്റെ തല 150 രൂപ. പിന്നെ വേറെന്താണ്, പാമ്പാനോ, അതിന് 360 രൂപ. കൂന്തൾ 210 രൂപ. ചെറിയ കൂന്തളിന് 280 രൂപ. പിന്നെ പല സൈസ് സാധനങ്ങൾ. മാർക്കറ്റൊക്കെ കിടിലൻ മാർക്കറ്റ്. ഇതിൻ്റെ അകത്തു കൂടെ വണ്ടിയും കൊണ്ട് പോകണമായിരിക്കും. ഞണ്ട്, ചെമ്മീന്, വലിയ നമ്മളെ നാട്ടിലുള്ള വലിയ നമ്മൾ ലക്ഷറി ആയിട്ട് കാണുന്ന സാധനത്തിനൊക്കെ ഇവിടെ വിലക്കുറവാണ്. നേരെ മറിച്ച് നമ്മളെ മത്തി, അയില അങ്ങനത്തെ സാധനത്തിനൊക്കെ ഒടുക്കത്തെ വില. ഇവിടെ പോരെ മതി, ഇനി പോവാ, തിരിച്ചു പോവാ. ഹായ് മാം. What is this? Salmon? Salmon. Okay. സാൽമൺ മീൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തലയൊക്കെ കട്ട് ചെയ്യണ്ട അമ്മമ്മ. സാൽമൻ്റെ മുട്ട. ഇപ്പുറത്തും അത് തന്നെ. അടിപൊളി ഒഴുക്കിലാണ് വെള്ളം പോണത്. നല്ല ശക്തിയിലാണ് പോണത്, കണ്ടില്ലേ? ആ ഹൈറ്റ് വ്യത്യാസം നോക്കിയേ, ചെറിയ വ്യത്യാസമുള്ളൂ. ഭൂമിനേക്കാളും ഹൈറ്റ് കൂടിയിട്ടാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല ഇവിടെ വെള്ളം കയറുന്നത്. ഇത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. എന്ത് മീനാണ് കാണുന്നത്? മലങ്ക.
പലങ്ക 330 രൂപ. ഓക്കെ, ഒരു വെറൈറ്റി സാധനം. ഇത് നമ്മൾ മാന്തല്ലേ ഈ സാധനം? മാന്ത പോലെ ഉണ്ട് കാണാൻ. മാന്ത ആണോന്ന് അറിയില്ല. മാന്ത അല്ലല്ലോ, മാന്ത ഇങ്ങനെയല്ലല്ലോ കാണുന്നത്. കപ്പിറച്ചി, കല്ലുമ്മക്കായ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ട് ഇതിൽ കൂടെ നടക്കാൻ, നല്ല വൈബ്. തിരിച്ചു പോവാം. ഈ ആൾക്കാരൊന്നും ഇവിടെ കട പൂട്ടാറില്ല കേട്ടോ. 24 hours ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കടകൾ. കടയൊന്നും ഇവിടെ അടയ്ക്കുന്നില്ല. ഇത് നൈറ്റിൽ ഷിഫ്റ്റാണ്. ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ വരും. സ്വന്തം കട തന്നെയൊക്കെ ആയിരിക്കും. ഇത് 24 മണിക്കൂറും ഇവിടെ ഇങ്ങനെ കടകൾ തുറന്നു വെച്ചോണ്ടിരിക്കുകയാണ്. അതൊക്കെ ബംഗൂസ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബോണ് ഇല്ലാതെ ചെറിയ ബംഗൂസ് ഉള്ളത് ഇത് ക്ലീൻ ചെയ്യാണ് ഒരാളുകൾ. ഉണ്ടോ? ഇതിങ്ങനെ കീറും. ഇത് കീറിയിട്ട് ഇതിൻ്റെ പണ്ടവും പടലൊക്കെ എടുത്ത് മാറ്റി ഇതേപോലെ ക്ലീൻ ചെയ്ത് മാറ്റി. ഈ സാധനമാണ് അപ്പുറത്ത് ഉപ്പിലിട്ട്, ഉപ്പിലല്ല, ഉപ്പും വിനീഗറും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വിൽക്കുന്ന സാധനം ഈ സാധനമാണ്. കണ്ടോ? ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. എത്ര സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യണം നോക്കി. അപ്പോൾ ഈ സാധനമല്ലേ ഇത് അവർ വേറെ വിൽക്കും. പരിപാടി കഴിഞ്ഞു. നോക്കി, ഭയങ്കര സ്പീഡ് തന്നെ പുള്ളിക്കാരൻ. എടുക്കുക, കീറുക, പിന്നെ ആ സാധനം മാറ്റിയിടുക. കണ്ടോ? മുള്ളെടുത്ത് കളഞ്ഞു. അത്രയും സംഗതിയുള്ളൂ. വളരെ ഫാസ്റ്റ്. ഒരാളിത് നല്ല ജീവനുള്ള ഞണ്ടൊക്കെയായിട്ട് വിൽക്കാൻ നോക്കുന്നു. ഓ, ആ കയറിട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ തൊട്ട വിവരമല്ല. ഞണ്ടൊക്കെ ഉണ്ടാവും ഇതില്. കടലിങ്ങനെ കയറിയെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലെല്ലാ പച്ചക്കറിയും ഇവിടെയുണ്ട്. കണ്ടോ? ഇത് എന്തൊക്കെയോ മറ്റേ ശിലികം, പിന്നെ തെന്നോല, അങ്ങനെയൊക്കെ ഇവരുടേതായ ട്രഡീഷണൽ കുറച്ച് കറികളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഇടുന്ന ഇലകളാണ്. പാവയ്ക്കൻ്റെ ഇലയാണെന്ന് തോന്നുന്നുണ്ട് ആ സാധനം. പിന്നെ സയോത്തെ ഇതിനെന്താ നമ്മളെ നാട്ടിൽ പറയും? കുണ്ടിക്കുമ്പളങ്ങ, അങ്ങനെ എന്താ പറയുമല്ലോ. ചൗച്ചവെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെ പറയും. ഇത് ചേനയാണെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം. എന്താ അറിയില്ല. ചേനയല്ലേ? ചേനയാണ്, ചേമ്പാണോ? ചേമ്പാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നാരങ്ങ, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, എല്ലാ സംഗതിയുണ്ട്. ഇത് നമുക്ക് കുമ്പളങ്ങയുടെ പൂവാന്ന് തോന്നുന്നുണ്ട്. നോക്കി, ഈ കടയുടെയൊക്കെ ഉള്ളിൽ ഫുള്ള് വെള്ളമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ചെറിയ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫുള്ള് 24 hours തുറക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ ചാൻസ് ഒന്നുമില്ല. ഇവിടെ തന്നെ വന്ന് കഴിക്കണം. ഇതൊക്കെ കോഴിക്കും പശുവിനും ആടിനൊക്കെ കൊടുക്കാനുള്ള സാധനമാണ്. ബാർബർ ഷോപ്പ് ഫുള്ളും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം. നമ്മൾ എല്ലാ പ്രളയമൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് ഇതേപോലെ വെള്ളപ്പൊക്കമൊക്കെ. ഇവരൊക്കെ ചെറുപ്പത്തിലേ തന്നെ ഫുള്ള് ട്രെയിൻഡാണ്. എല്ലാ കൊല്ലം ഇവിടെ നടക്കുന്ന കലാപരിപാടിയാണിത്. ഇവിടെ എവിടെയോ ഒരു സ്റ്റെപ്പ് ഉണ്ട്, കണ്ടോ? സ്റ്റെപ്പും കുന്തും ഒന്നും മനസ്സിലാവില്ല. അത് മെല്ലെ ഇറങ്ങി പോകണം എങ്ങനെയെങ്കിലുമൊക്കെ. വെള്ളം കൂടിയോ നേരത്തേക്കാളും? വെള്ളം കൂടിയെന്നാണല്ലോ തോന്നുന്നത് ഈച്ചടാ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടണമല്ലോ. ആ വെള്ളം കൂടി കാശ്. നേരത്തെ വന്നതിനേക്കാളും കൂടുതലാണ് വെള്ളം. വണ്ടിയൊക്കെ വരുന്ന നോക്കിയേ.
കച്ചവടത്തിൻ്റെയൊക്കെ അവസ്ഥയും സ്ഥിതിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഏത് മഴയത്ത് നോക്കി ഫുള്ള് കസ്റ്റമറാണ്. ഇവിടെ എന്ത് പരിപാടി തുടങ്ങിക്കഴിഞ്ഞാലും വൻ വിജയമാണ്. അല്ല കോഴിക്കോട് പോയി കട എടുത്ത പോലെയാണ്. എന്ത് തുടങ്ങിയാലും അതിന് ആളുണ്ടാവും. പിന്നെ വേറൊരു സംഭവം നോക്കിയേ, ട്രാൻസ്ഫർ. ചേച്ചി എന്നെ നോക്കി നല്ലൊരു ചിരി. നമ്മൾ മറ്റേ കോമഡിയൊക്കെ എഴുതി കാണിക്കില്ല, പൈസ കൊടുത്തിട്ട് ഇവിടുന്ന് ആളെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി വെള്ളത്തിന് ഇറക്കി വിടുന്ന ബിസിനസ്. അത് അങ്ങനത്തെ ബിസിനസ്സാണ്. പുള്ളിക്കാരി ഫുള്ള്, ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഫുള്ള് ചിരി. ആ ചേച്ചി പോയി, നല്ല ഇറങ്ങുകയാണ്, നല്ല ബിസിനസ്. അപ്പം ഇതൊന്നും തമാശക്കല്ല ഈ ബിസിനസ്സൊക്കെ വിടുന്നത്, ശരിക്കുള്ളതാണെന്നുള്ള ഇപ്പോൾ മനസ്സിലായില്ലേ. പുള്ളിക്കാരി ഇറങ്ങി. വീട്ടിന് സംഭവം സാധനം തന്നെയാണ്. ഏത് മഴയത്തും വെയിലത്തും സാധനം ഉള്ളതിനെ കൊണ്ട് ഈ നാട്ടുകാരൊക്കെ ഇവിടെ ജീവിച്ചു പോണത്. അല്ലെങ്കിൽ ഒരു പണി നടക്കില്ല അവിടെ. ആൾക്കാരൊക്കെ പോവുകയും തീരം കലാപരിപാടിയാണ് ഇവിടുത്തെ. അയമ്മയുടെ കടയാന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടെ സഞ്ചി വെച്ചതിന് ചാടിച്ചതാണ്, പാവം. പുള്ളിക്കാരൻ മഴയത്ത് ജീപ്പ് നോക്കി നിൽക്കുന്ന നല്ല സഞ്ചി അവിടെ താങ്ങി വെച്ചതാണ്. പുള്ളിക്കാരി ഒന്ന് ഇറക്കി ഓടിച്ച്, പാവം പാവം മനുഷ്യല്ലേ. ജീപ്പിനിയിൽ എങ്ങനെ യാത്ര ചെയ്യാന്നറിയോ? ഇത് കണ്ടോ, സാന്ത ബാർബറ ദഗുപ്പൻ ഇങ്ങനെ ബോർഡ് ഉണ്ടാവും. ഈ സൈഡിലും എഴുതിയിട്ടുണ്ടാവും. അതേപോലെ ഫ്രണ്ടിൽ ഒരു ചെറിയ ബോർഡ് ഉണ്ടാവും, ഒരു കുട്ടി ബോർഡ് കണ്ടില്ലേ, അങ്ങനത്തെ ബോർഡ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആൾക്കാർ ഇത് യാത്ര ചെയ്യുക. ഈ ജീപ്പ് എവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെയാണ്. അപ്പോൾ ഫിലിപ്പീൻസിൽ വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഈ ജീപ്പിന് തന്നെയാണ്. വില നല്ല പൈസ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ടാക്സി എടുക്കുന്നതും ട്രൈസൈക്കിൾ എടുക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പോകുന്നതിനേക്കാളിലൊക്കെ പൈസ കുറവ് ഈ പറയുന്ന ജീപ്പിനി പോകുന്നതാണ് ഏറ്റവും ലാഭം. പെട്ടെന്ന് എത്തുകയും ചെയ്യും, പൈസയും കുറവാണ്. ഏറ്റവും നല്ലൊരു യാത്രാ സംവിധാനമാണ് ഫിലിപ്പീൻസിൽ ഈ ജീപ്പിനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള റൂട്ട് ആദ്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ജീപ്പിനികളുണ്ടാവും. ആ ജീപ്പിനിയിൽ നോക്കിയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പോൾ സാന്ത ബാർബറിലേക്കാണ് പോകണമെങ്കിൽ ദഗുപ്പൻ ടു സാന്ത ബാർബറ അങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ CSI ലൂക്ക, ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബൊനുവാൻ, മനാവാഗ്, ലിങ്കയാൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഈ ദഗുപ്പൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ ഹബ്ബ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് ജീപ്പിനികളുണ്ടാവും. അപ്പോൾ ആ ജീപ്പിനീൻ്റെ ബോർഡ് നോക്കിയിട്ട് പോയാൽ മതി. അതാണ് ഏറ്റവും നല്ല മാർഗം.